680 700 മാർക്ക് വാങ്ങിച്ച കുട്ടികളുടെ ഒപ്പം തന്നെ മത്സരിച്ച സമയത്ത് ചിലപ്പോൾ അവരെക്കാൾ സ്കോർ വാങ്ങിച്ച കുട്ടികളും ഇന്ന് 650-ലും 655-ലും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം. നിങ്ങളുടെ മനസ്സിനുള്ളിൽ നിങ്ങൾക്ക് പറ്റുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടെന്നാണെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്ത് മുന്നോട്ടേക്ക് പോകണം. നിങ്ങളൊന്ന് മെഡിക്കൽ കോളേജുകളിലൊന്ന് പോയി നോക്കി. അവിടെ എല്ലാം ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആളുകൾ മാത്രമല്ല കോളേജിലേക്ക് എത്തുന്ന ആളുകൾ. അവിടെ റിപ്പീറ്റേഴ്സ് ഉണ്ട്, റിപ്പീറ്റേഴ്സ് ഉണ്ട്, സൂപ്പർ റിപ്പീറ്റേഴ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. നിങ്ങൾ ഇന്ന് ഉണ്ടാക്കിയതല്ല, നിങ്ങൾ ഈ കഴിഞ്ഞ ഒരു മാസം കൊണ്ട് പ്രിപ്പയർഡ് ആക്കി ഉണ്ടാക്കിയതല്ല ഇത്. നിങ്ങൾ ഇത്രയും കാലം കഷ്ടപ്പെട്ടിട്ട് അന്നത്തെ നീറ്റ് എക്സാമിൻ്റെ അന്ന് നിങ്ങൾ പോയി എഴുതിയ ആ ടൈം, ആ സമയം, ആ മൊമെൻ്റ് നമുക്ക് എത്രത്തോളം ഉപയോഗപ്പെടുത്താൻ പറ്റി, എത്രത്തോളം പറ്റിയില്ല, അതാണ് നമ്മുടെ റാങ്കിനെ തീരുമാനിച്ചത്. ഒന്ന് ഇടയ്ക്കെങ്കിലും നിങ്ങളുടെ പാരൻസിൻ്റെ ഫേസും കൂടെ ഒന്ന് നോക്കുക. അവർ അത്ര കണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടോ ഇല്ലയോ നിങ്ങളൊന്ന് നോക്കുക. ചിലപ്പോൾ നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിൻ്റെ ഒപ്പം തന്നെ വീട്ടിലിരുന്നിട്ട് ആ എഫേർട്ട് എടുക്കാൻ അവർക്ക് പറ്റില്ല, പക്ഷെ നിങ്ങളുടെ ഒപ്പം നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിൻ്റെ കൂടെ നിന്ന് നിങ്ങളുടെ പാരൻസിന് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളെ. മക്കളെ, അങ്ങനെ നമ്മുടെ കുറേ കാലത്തെ കാത്തിരിപ്പിന് ശേഷം ഇന്നലെ സുപ്രീം കോടതിയിൽ നമ്മുടെ റീനീറ്റ് ഉണ്ടാവില്ല എന്നുള്ള വിധി വന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2 രീതിയിലുള്ള ആളുകൾ നമുക്കറിയാം. ഈ നീറ്റ് എക്സാം കഴിഞ്ഞു, അതുവരേക്കും നമുക്ക് ആർക്കും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എക്സാം കഴിഞ്ഞു, റിസൾട്ടോടു കൂടെയാണ് നമുക്കിടയിൽ എല്ലാം തന്നെ. എക്സാം കഴിഞ്ഞപ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു, എവിടേക്കൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി അങ്ങനെ ഇങ്ങനെയൊക്കെ. പിന്നെ റിസൾട്ടോടു കൂടെ തന്നെ റിസൾട്ട് പ്രഖ്യാപിച്ച ദിവസം മുതൽ നമ്മുടെ ഉള്ളിലും ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങി. ചില ആൾക്കാർ നല്ല മാർക്ക് സ്കോർ ചെയ്തവർ ഞങ്ങളുടെ സേഫ് സോണിൽ എന്തിനാണ് ഇവർ കയറിയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ചിന്തിച്ച ആളുകളുണ്ട്. ഒപ്പം ബോർഡർ ലൈനിൽ നിന്നിട്ട് ഇനി എന്തെന്നുള്ളത് ആലോചിച്ചിരുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. സത്യം പറഞ്ഞാൽ 640-നും 650-നും ഇടയിൽ തന്നെ 10,000-ഓളം കുട്ടികളുണ്ടെന്ന് പറയുമ്പോൾ ഇവരെല്ലാവരും ചിലപ്പോൾ ഒരു രീതിയിലല്ലേ മറ്റൊരു രീതിയിൽ അവർ സ്വപ്നം കണ്ട് കാണും, ഞാനും നാളെ നല്ലൊരു കോളേജിൽ പഠിക്കുമെന്ന്. ചിലപ്പോൾ ഇതേ മക്കൾ തന്നെ, ഒരു കാര്യം ഞാൻ പറയാം, 680-ഉം 700 മാർക്ക് വാങ്ങിച്ച കുട്ടികളുടെ ഒപ്പം തന്നെ മത്സരിച്ച സമയത്ത് ചിലപ്പോൾ അവരെക്കാൾ സ്കോർ വാങ്ങിച്ച കുട്ടികളും ഇന്ന് 650-ലും 655-ലും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ ഇവരെല്ലാവരും ഇന്ന് മനസ്സുകൊണ്ട് വിഷമിക്കുന്ന ഒരു ദിവസമാണ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ചെറിയ രീതിയിലെങ്കിലും റീനീറ്റ് നടന്നേക്കാന്നുള്ളൊരു ചെറിയ ഹോപ്പെങ്കിലും അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ എല്ലാം തന്നെ ഇന്നലത്തോടുകൂടെ എല്ലാത്തിനും അസ്തമിച്ച് കഴിഞ്ഞു. ഇനി ഒരു റീനീറ്റ് എന്ന് പറഞ്ഞൊരു കാര്യം നമ്മുടെ മുന്നിലില്ല. കുറേ ദിവസങ്ങൾ ഇല്ലാത്ത ബുക്കുകൾ എടുത്ത് പഠിച്ച് കഷ്ടപ്പെട്ടു. എന്തിനു പറയണം, ടോപ്പ് റിസൾട്ട് ഉണ്ടാക്കിയേക്കുന്ന ആളുകൾ പോലും അഥവാ അങ്ങനെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഇതിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടാൻ തയ്യാറായ കുട്ടികളുണ്ടായിരുന്നു. എനിക്ക് ഈ ബോർഡർ ലൈനിൽ ഇനി എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിരിക്കുന്ന കുട്ടികളോട് പറയാനാണ് കുറച്ച് വാക്കുകൾ. മക്കളെ, നമ്മൾ ആരും തന്നെ എവിടെയും ഒന്നും തീർന്നിട്ടില്ല. ഇത് നമ്മുടെ ലൈഫിൽ നമ്മൾ ആരുടെ ലൈഫാണെങ്കിലും ശരി എല്ലാം ഹാപ്പി ആയിട്ട് പോകുന്ന ഒന്ന് തന്നെ ആയിരിക്കണം എന്നില്ല. ജീവിതം എന്ന് പറയുന്നതിൽ നമുക്ക് കുറേ നല്ലതുണ്ടാവും, കുറേ ചീത്ത ഉണ്ടാവും. എല്ലാം നല്ല നേരെ രീതിയിൽ അങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് എന്താ അർത്ഥമുള്ളത്? ചില വിഷമങ്ങൾ ചിലപ്പോൾ നമുക്ക് മുന്നോട്ട് തരുന്നത് എന്ന് പറയുന്നത് എത്രയോ വലിയ സന്തോഷിക്കാനുള്ള ഒരു മൊമെൻറ്റ് ചിലപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് പഠിച്ചോ മാറ്റി വെച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ഇന്ന് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിരുന്നെങ്കിൽ ഏറ്റവും അവസാനത്തെ കോളേജുകളിൽ, നല്ലൊരു പേഷ്യൻ്റ് എക്സ്പോഷറൊന്നും ഇല്ലാത്തൊരു കോളേജിൽ, ചിലപ്പോൾ അവസാനം MBBS ഒക്കെ പഠിച്ചിറങ്ങിയിട്ട് ചിലപ്പോൾ നമ്മൾ വീണ്ടും എക്സ്പീരിയൻസിനായിട്ട് 1 വർഷം സീനിയർ ഹൗസ് ഏജൻസിക്ക് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ചിലപ്പോൾ നമ്മൾ പോകുമായിരുന്നു. ഇതിൽ നിന്ന് നമ്മൾ തട്ടി മാറ്റിയെന്ന് കൂട്ടിയാൽ മതി. ഇനി ഈ ഒരു സമയത്ത് ഇതിനെ നിങ്ങൾ മാനസികമായിട്ട് നിങ്ങൾ തയ്യാറെടുത്തിട്ടുണ്ടെന്നാണെങ്കിൽ, എന്നെക്കൊണ്ട് പറ്റുമെന്നുള്ള ഉറച്ച വിശ്വാസം നിങ്ങളുടെ ഉള്ളിലുണ്ടെന്നാണെങ്കിൽ, അത് നിങ്ങൾ റിപ്പീറ്ററോ റിപ്പീറ്ററോ സൂപ്പർ റിപ്പീറ്ററോ എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ മനസ്സിനുള്ളിൽ നിങ്ങൾക്ക് പറ്റുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടെന്നാണെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്ത് മുന്നോട്ടേക്ക് പോകണം. നിർബന്ധമായിട്ടും നിങ്ങൾ ഇനി ഒരു എക്സാമും കൂടെ എഴുതാൻ തയ്യാറാവണം. ഞാനൊരു സൂപ്പർ റിപ്പീറ്റർ അല്ലേ, ഇനി എൻ്റെ ഒരു വർഷവും കൂടെ എന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ BDS എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ ഹോമിയോക്ക് പോകുന്നു, ആയുർവേദക്ക് പോകുന്നു, വെറ്റിനറിക്ക് പോകുന്നു, അഗ്രികൾച്ചർ പോകുന്നു, എന്തോ ആവട്ടെ, നിങ്ങൾ എന്തിനു പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ മനസ്സ് ഓക്കെ ആവുന്നതാണെങ്കിൽ ഓക്കെ നിങ്ങൾ എടുത്തോ. അതല്ല, നിങ്ങൾ എന്ത് തന്നെ കോഴ്സ് എടുത്തു കഴിഞ്ഞാലും ശരി, അതുകൊണ്ട് നിങ്ങളുടെ മനസ്സ് ഓക്കെ ആവില്ല എന്നാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ എടുക്കേണ്ട തീരുമാനം അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണോ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പോയേ പറ്റൂ. ഇവിടം കൊണ്ട് നമ്മൾ ഒന്നും തീരുന്നില്ല. നമ്മൾ ചിലപ്പോഴും നിങ്ങൾ ഒരു റിപ്പീറ്റർ ആണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഇനിയും വർഷങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത വർഷം നമ്മൾ നേടിയെടുക്കണം എന്നുള്ളൊരു വാശി, ഉറച്ചൊരു വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടെന്നാണെങ്കിൽ നമുക്ക് എന്തായാലും മുന്നോട്ടേക്ക് പോകാൻ പറ്റും. ആദ്യം മാനസികമായിട്ട് നമ്മൾ അതിന് തയ്യാറാണോ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. അല്ലാതെ ഒരാളുമല്ല, നിങ്ങളുടെ ചുറ്റിൽ നിൽക്കുന്ന ആളല്ല, നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ആളല്ല, ഇവരാരുമല്ല നിങ്ങളുടെ ലൈഫിൽ തീരുമാനം എടുക്കേണ്ടത്, നിങ്ങൾ തന്നെയാണ്.
100% ഉറപ്പായിട്ടും നിങ്ങൾ എടുക്കേണ്ട തീരുമാനമാണ്. ഇനി നിങ്ങളൊന്ന് മെഡിക്കൽ കോളേജുകളിലൊന്ന് പോയി നോക്കി. അവിടെ എല്ലാം ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആളുകൾ മാത്രമല്ല കോളേജിലേക്ക് എത്തുന്ന ആളുകൾ. അവിടെ റിപ്പീറ്റേഴ്സ് ഉണ്ട്, റിപ്പീറ്റേഴ്സ് ഉണ്ട്, സൂപ്പർ റിപ്പീറ്റേഴ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. നിങ്ങളൊരു റിപ്പീറ്ററാണ്, ഇനിയും എൻ്റെ ഒരു വർഷം പോയി പോവും, ഇങ്ങനെയല്ല ചിന്തിക്കേണ്ട. മറിച്ച് ഞാൻ വന്നേക്കുന്നത്, എനിക്ക് ആദ്യത്തെ വർഷം ഇത്രയായിരുന്നു സ്കോർ, ഞാൻ അതിൽ നിന്ന് വീണ്ടും ഇമ്പ്രൂവ് ആയി ഇവിടെ എത്തി, ഞാനിപ്പോൾ ഇവിടെ എത്തി. ഇനി എന്നെ കൊണ്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊരു 700 എബോവ് ഏറ്റവും നല്ലൊരു സ്കോറിലേക്ക് എനിക്ക് എത്താൻ പറ്റുമെന്ന് നിങ്ങൾ മനസ്സോട് ഉറച്ച് വിശ്വസിക്കുന്നുണ്ടെന്നാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അത് നിങ്ങൾ JPCയിലേക്ക് തന്നെ വരണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് എവിടെയാണോ കംഫർട്ടബിൾ ആവുന്നത് അവിടെ നിങ്ങൾ പോയിട്ട് പഠിക്കാൻ നിങ്ങൾ തയ്യാറാവണം. 100% ഉറപ്പായിട്ടും നിങ്ങൾ പഠിക്കാൻ തയ്യാറാവണം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും സ്കോളർഷിപ്പും കാര്യങ്ങളെല്ലാം തരാൻ റെഡിയാണ്. അതായത് ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് നിങ്ങൾ അർഹിക്കുന്ന കാര്യമാണ്, നിങ്ങൾക്ക് ഫീസ് ഇല്ലാതെ പഠിക്കാൻ പറ്റണം. നിങ്ങളുടെ പാരൻസിൻ്റെ കയ്യിൽ നിന്ന് ഇനിയും ഒരു എമൗണ്ട് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് വീണ്ടും ഒരു വർഷം പഠിക്കാനുള്ള വിഷമാണുള്ളതെങ്കിൽ ഉറപ്പായിട്ടും ആ സ്കോളർഷിപ്പ് എല്ലാ സ്ഥാപനങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഉറപ്പായിട്ടും JPC അത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അത് തരുന്നുണ്ട്. ഇനി ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നാണ്, കുറച്ച് മാർക്ക് കുറവാണ്, എന്നാൽ പോലും നിങ്ങൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹം, നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇവിടുത്തേക്ക് കോൺടാക്ട് ചെയ്യുക. ഞങ്ങളെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റും. മക്കളെ, ഇതുകൊണ്ട് നമ്മളൊന്നും തീർന്നു പോയിട്ടില്ല. വീണ്ടും പറയാം, ഇതല്ല, നമുക്ക് മുന്നോട്ടേക്ക് ഇനിയും എത്രയോ പോകാനുണ്ട്. നിങ്ങൾ ലൈഫിൽ തീരുമാനം എടുത്തതാണെങ്കിൽ, നിങ്ങൾക്ക് ഇനിയും മുന്നോട്ടേക്ക് പോകണം നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെന്നാണെങ്കിൽ, ഇപ്പോൾ റീനീറ്റിന് വേണ്ടി പഠിച്ച കുറേ കുട്ടികളുണ്ട്. ഈ പഠിത്തമൊന്നും വേസ്റ്റ് ആയി പോയിട്ടില്ല. നമ്മൾ ഇത്രയും കാലം പഠിച്ചു, നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാം വരികയാണെങ്കിൽ ആ എക്സാമിനെ ഫേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ പ്രിപ്പയർഡായി. നിങ്ങൾ ഇന്ന് ഉണ്ടാക്കിയതല്ല, നിങ്ങൾ ഈ കഴിഞ്ഞ ഒരു മാസം കൊണ്ട് പ്രിപ്പയർഡാക്കി ഉണ്ടാക്കിയതല്ല ഇത്. നിങ്ങൾ ഇത്രയും കാലം കഷ്ടപ്പെട്ടിട്ട് അന്നത്തെ നീറ്റ് എക്സാമിൻ്റെ അന്ന് നിങ്ങൾ പോയി എഴുതിയ ആ ടൈം, ആ സമയം, ആ മൊമെൻറ്റ് നമുക്ക് എത്രത്തോളം ഉപയോഗപ്പെടുത്താൻ പറ്റി, എത്രത്തോളം പറ്റിയില്ല, അതാണ് നമ്മുടെ റാങ്കിനെ തീരുമാനിച്ചത്. അല്ലാതെ ഒരാൾ 700 മാർക്ക് വാങ്ങിക്കുമ്പോഴേ നിങ്ങൾ 655 മാർക്ക് വാങ്ങിച്ചപ്പോഴേ നിങ്ങൾ കഴിവേട്ട കുട്ടി, മറ്റവർ ഭയങ്കര കഴിവുള്ള ആളെന്നല്ല, മറിച്ച് നിങ്ങളും അവരെ പോലെ തന്നെയാണ്. നിങ്ങളും ചിലപ്പോഴും അവരെ പോലെ തന്നെ മാർക്ക് അതിനേക്കാളും മുകളിൽ സ്കോർ ചെയ്തിട്ടുണ്ടാവും ചില എക്സാംസിലൊക്കെ. അങ്ങനെയാണ് പിന്നെ നമ്മൾ എന്തിനാ പിന്നും ടെൻഷനാവുന്നത്? നിങ്ങൾ വേണമെന്ന് വിചാരിച്ച് നിങ്ങൾ ഇറങ്ങാൻ തയ്യാറായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബാക്കി ഒരു കാര്യത്തിനും നിങ്ങളെ തടയാൻ പറ്റില്ല. നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നല്ലൊരു ഫയർ ഉണ്ടെന്നാണെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അത്ര കണ്ട ആഗ്രഹം ഉണ്ടെന്നാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഇറങ്ങി തിരിക്കണം. അവിടെ വീണ്ടും എന്ത് എങ്ങനെയെന്ന് ആലോചിച്ചിരിക്കുകയല്ല വേണ്ടത്. നിങ്ങൾ മനസ്സറിഞ്ഞുകൊണ്ട് ഇറങ്ങാൻ തയ്യാറാവുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ കൂടെ പഠിച്ച ഇന്ന് നല്ല റിസൾട്ട് ഉണ്ടാക്കിയിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് പോലും ചിന്തിക്കുന്നുണ്ടാവും നിങ്ങളും അവരുടെ കൂടെ തന്നെ എത്തിക്കാണണമെന്ന്. സോ അവർക്കും കൂടെ വേണ്ടിയിട്ട് നാളെ നമ്മുടെ മനസ്സിൽ നമ്മൾ റെഡിയാണെങ്കിൽ ഒന്ന് ഇടയ്ക്കെങ്കിലും നിങ്ങളുടെ പാരൻസിൻ്റെ ഫേസും കൂടെ ഒന്ന് നോക്കുക. അവർ അത്ര കണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടോ ഇല്ലയോ നിങ്ങളൊന്ന് നോക്കുക. ചിലപ്പോൾ നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിൻ്റെ ഒപ്പം തന്നെ വീട്ടിലിരുന്നിട്ട് ആ എഫേർട്ട് എടുക്കാൻ അവർക്ക് പറ്റില്ല, പക്ഷെ നിങ്ങളുടെ ഒപ്പം നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിൻ്റെ കൂടെ നിന്ന് നിങ്ങളുടെ പാരൻസിനും മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ആദ്യം സംസാരിക്കേണ്ട നിങ്ങളുടെ പാരൻസുമായിട്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇഷ്ടമുണ്ടോ നിങ്ങൾ ആദ്യം സ്വയം തിരിച്ചറിയാൻ. അവിടെ പേടിയല്ല, നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ അതിയായ ആഗ്രഹം ഉണ്ടെന്നാണെങ്കിൽ, പാരൻസ് അതിനെ സപ്പോർട്ടിങ് ആണെങ്കിൽ നിങ്ങൾ ഇറങ്ങിത്തിരിക്കണം മക്കളെ, ഒരു വർഷവും കൂടെ. എന്നിട്ടേ അടുത്ത വർഷമാകുമ്പോൾ നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ വന്നിട്ട് ഒരു കമൻറ്റ് നിങ്ങളിടണം. ഇന്ന് നിങ്ങൾ ഇറങ്ങി വീണ്ടും ഒരു വർഷവും കൂടി ഇതിനായിട്ട് തിരിച്ചു, അടുത്ത വർഷം നിങ്ങളിതിൻ്റെ റിസൾട്ട് ഉണ്ടാക്കി കഴിയുമ്പോൾ താഴെ നിങ്ങൾ ആ റിസൾട്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കമൻറ്റ് കാണാൻ എനിക്കും ആഗ്രഹമുണ്ട്. അപ്പോൾ മക്കളെ, ലൈഫിൽ നല്ല ധൈര്യത്തോടു കൂടെ മുന്നോട്ട് പോവുക. ഒന്നും തീർന്നിട്ടില്ല, എന്തൊക്കെയോ നല്ലതിന് വേണ്ടിയിട്ടാണ് കൂട്ടുക. നാളെ നല്ലൊരു എയിംസിൽ നിന്ന് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതും അവിടെ നിന്ന് ഇറങ്ങി വരുന്ന ഒരു അടിപൊളി ഡോക്ടറിനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ആരൊക്കെയോ ഉണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ട്, നിങ്ങൾക്കും വേണ്ടിയിട്ട് നന്നായിട്ടും നല്ല തീരുമാനം എടുക്കുക. നല്ല തീരുമാനത്തോടുകൂടെ മുന്നോട്ട് പോവുക. ഓക്കെ, താങ്ക് യു.